എന്താ നിങ്ങളുടെ ജോലി? എങ്ങനെ ചോദിക്കുക? എങ്ങനെ ചോദിക്കുക? വാട്ട്സ് യുവർ ജോബ് അല്ലേ? നമുക്കങ്ങനെ ചോദിക്കാം, വാട്ട്സ് യുവർ ജോബ്. അതിന് പകരം വേറെ രീതിയിൽ നമുക്ക് ചോദിക്കുക കേട്ടോ. എന്താ നിങ്ങളുടെ ജോലി എന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളതാണല്ലോ അല്ലേ, വാട്ട്സ് യുവർ ജോബ്. അതിന് പകരം ഇങ്ങനെയൊക്കെ ചോദിക്കുക നമുക്ക്. വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ് എന്ന് വയ്ക്കാം. വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. അത് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി എന്താ ചെയ്യണേ? എൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ജോലി എന്താ? ഒന്നെൻ്റെ ഒപ്പം പറഞ്ഞേ, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. ഒന്നുകൂടെ, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. ഇനി ആ ഫോർ എ ലിവിങ് ഒഴിവാക്കിയിട്ടും നമുക്ക് ചോദിക്കാം, വാട്ട് ഡു യു ഡു എന്ന് വയ്ക്കാം. വാട്ട് ഡു യു ഡു, നിങ്ങൾ എന്താ ചെയ്യണേ? വാട്ട് ഡു യു ഡു. ചിലപ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കും, അതായത് നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യണേ, ജോലി ചെയ്യുകയാണെന്ന് അറിയാം, അത് ഏത് മേഖലയിലാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചോദിക്കാം, വാട്ട് ലൈൻ ഓഫ് വർക്ക് ആർ യു ഇൻ. വാട്ട് ലൈൻ ഓഫ് വർക്ക്, അതായത് ഏത് മേഖലയിലാണ് എന്നാണ് കേട്ടോ. വാട്ട് ലൈൻ ഓഫ് വർക്ക് ആർ യു ഇൻ. ആർ യു ഇൻ. വാട്ട് ലൈൻ ഓഫ് വർക്ക് ആർ യു ഇൻ. പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു അടിപൊളി പ്രയോഗമാണ്, അതായത് നിങ്ങളുടെ ജോലി എന്താണെന്ന് തന്നെയാണ് കേട്ടോ. വാട്ട്സ് യുവർ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് വയ്ക്കാം. വാട്ട്സ് യുവർ ബ്രെഡ് ആൻഡ് ബട്ടർ. എന്താണ്? വാട്ട്സ് യുവർ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നും, എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ വാട്ട്സ് യുവർ ജോബ് എന്ന് ചോദിച്ചാൽ പോരെ, പരിപാടി കഴിഞ്ഞില്ലേ എന്നൊക്കെ. ഇതൊക്കെ തന്നെയല്ലേ ഒരു ഭാഷയുടെ ഭംഗി എന്ന് പറയുന്നത് അല്ലേ? നമ്മളത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു, എങ്ങനെയൊക്കെ ഒരാളോട് സംസാരിക്കാം. അപ്പോൾ ഒരു സന്തോഷമല്ലേ നമ്മൾ വേറെ രീതിയിലൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ച് വെക്കണം, ഉപയോഗിക്കണം കേട്ടോ.